സായിയും അർജുനും അപ്സരയും ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പേരൻസ് ഒക്കെ വന്ന സമയത്തായതുകൊണ്ട് അവിടെ അവരൊക്കെ മാറിയിരിക്കുന്ന സമയത്ത് ഇവരിവിടേക്ക് മാറിയിരുന്ന് ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പലരും പല പേരൻസും ഞങ്ങളെയൊക്കെ അവഗണിക്കുന്നു എന്ന് സായിയും അർജുനും പറയുന്നുണ്ട്. അമ്മമാരെല്ലാവരും അവഗണിച്ച രണ്ട് വ്യക്തികൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്, അതെന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അർജുനും സായിയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാസ്മിൻ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വീട്ടിൽ ഏറ്റവും അഹങ്കാരിയായിട്ട് തോന്നുന്നത് ആരെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മുടെ സായി പറയുന്നുണ്ട്, അതിൽ ഇപ്പോൾ സംശയമൊന്നും വേണ്ട, നീ തന്നെയായിരുന്നു അഹങ്കാരത്തിൻ്റെ പീക്ക് ലെവലിലാണ് നീ നിന്നിരുന്നത് ഞാൻ പുറത്തുണ്ടായിരുന്ന സമയത്ത്, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നിനക്ക് മാറ്റമുണ്ട് എന്ന് അവിടെ സായി പറയുന്നുണ്ട്. അവിടെ ഗബ്രി പോയതിന് ശേഷം പിന്നെ നിനക്ക് വന്നിട്ടുള്ളത് ഒരു ഗംഭീര മാറ്റമാണ്, ഭയങ്കര മാറ്റമാണ് നിനക്ക് വന്നിട്ടുള്ളത്. ഇപ്പം നീ എല്ലാവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും കോമഡി പറയാനും എല്ലാത്തിലും എൻഗേജ്ഡ് ആവാനും ഒക്കെ നീ ശ്രമിക്കുന്നുണ്ട്. പണ്ട് നീ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുള്ളതെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നീ എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്? ഇപ്പം പക്ഷെ നീ എല്ലാവരായിട്ടും മിങ്കിളാവുന്നുണ്ട്, നല്ല കോമഡിയൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് നീ പിരിക്കുന്നുണ്ട്. ഇപ്പം നിന്റെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ച് തോന്നുന്നുണ്ടെന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട്. പണ്ടത്തെ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ നിന്റെ ഇപ്പോൾ പോയ പോലെ തോന്നുന്നുണ്ടെന്ന് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് നെഗറ്റീവാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് എന്ന് അവിടെ ജാസ്മിൻ തന്നെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്ക് നെഗാണെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ട് എന്നുള്ളത് അത് പലരും വന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ജാസ്മിൻ. അല്ലാന്നുണ്ടെങ്കിൽ ഗബ്രി ഔട്ട് ആവില്ല എന്നുള്ളത് ജാസ്മിനെ മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് ജാസ്മിനെ കൃത്യമായിട്ട് അറിയാം പുറത്ത് നെഗറ്റീവാണെന്ന്. പക്ഷേ അത് എത്രത്തോളം നെഗറ്റീവാണ് എന്നുള്ളത് ജാസ്മിൻ അറിയുന്നുണ്ടാവില്ല. അത് പുറത്തിറങ്ങിയാൽ മാത്രമേ അതെങ്ങനെ ജാസ്മിൻ അതിജീവിക്കും എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ.